ഹായ് എവ്രി വൺ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്കറിയാം ടോട്ടൽ ഇൻകം ഓഫ് എൻ അസസി എന്ന് പറയുമ്പോൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം ടുഗെദർ ആയിട്ടുള്ള ഒരു ഇൻകമാണ് അല്ലേ. ഇപ്പം ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഇൻകം ഫ്രം സാലറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ്: ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർ ടെനൻറ്റ് ദർ ടു വിച്ച് ഈസ് ഓൺഡ് ബൈ ദ ടാക്സ് പേയർ. അതായത് ടാക്സ് പേയറിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ വരുന്ന ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ചേർന്നിട്ടുള്ള ആ ലാൻഡിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുക. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നോട്ട് ബി യൂസ്ഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരിക്കലും ഈ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓർ ബിൽഡിംഗ് ഓൺഡ് ബൈ ദ ടാക്സ് പേയർ വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സിനോ പ്രൊഫഷനോ യൂസ് ചെയ്യാത്ത ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ്ങിനെയാണ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അതിൽ നിന്ന് കിട്ടുന്ന റെൻ്റാണ്. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് ഡീംഡ് ഓണർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഡീംഡ് ഓണർ എന്ന് പറയുമ്പോൾ ആക്ച്വൽ സെൻസിൽ ആ വ്യക്തി അതിൻ്റെ റിയൽ ഓണർ ആയിരിക്കില്ല, എന്നാൽ ട്രീറ്റഡ് ആസ് എൻ ഓണർ ആൻഡ് ലയബിൾ ടു പേ ടാക്സ്. വ്യക്തിനെ ഓണറായിട്ട് ട്രീറ്റ് ചെയ്യുകയും ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടുള്ള ആ വ്യക്തിനെയാണ് നമ്മൾ ഡീംഡ് ഓണർ എന്ന് പറയുക. ഇൻഡിവിജ്വൽ വൈഫിനോ മൈനറായിട്ടുള്ള ചൈൽഡിനോ ഒക്കെ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നു, അതിന്മേലുള്ള ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ ഹി വിൽ ബി ദ ഡീംഡ് ഓണർ. ഹി ഈസ് നോട്ട് എ റിയൽ ഓണർ ഇൻ ദ റിയൽ സെൻസ്. അപ്പോൾ ഡീംഡ് ഓണേഴ്സിന് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. കേസ് ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ ഹൗസ് പ്രോപ്പർട്ടി സ്പൗസിന്, അതായത് ഹസ്ബൻഡ് വൈഫിനോ വൈഫ് ഹസ്ബൻഡിനോ വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ പ്രോപ്പർട്ടി കൊടുക്കുക. അതുപോലെ മൈനർ ചൈൽഡിന് പാരൻസ് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഹൗസ് പ്രോപ്പർട്ടി കൊടുക്കുക. അതൊരിക്കലും മാരീഡ് ഡോട്ടർ ആവരുത്. അങ്ങനെയുള്ള കേസിൽ അതും ഡീംഡ് ഓണറായിട്ടാണ് നമ്മൾ കണക്കാക്കുക. ആ വ്യക്തി ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വ്യക്തിയായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ട്, സ്പൗസിനോ അല്ലെങ്കിൽ മൈനർ ചൈൽഡിന് വേണ്ടിയിട്ട് അവിടെ ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ റിയൽ ഓണർ അല്ല, ബട്ട് ഡീം ടു ബി എ ഓണർ ആണ് ആ വ്യക്തി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോപ്പർട്ടി അതിലേതെങ്കിലും ഒരു മെമ്പർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കേസിൽ ആ വ്യക്തി ഒരു ഡീംഡ് ഓണറാണ്. ആ വ്യക്തിയായിരിക്കണം കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഒരു കോൺട്രാക്റ്റ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി വേറൊരാൾക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ കോൺട്രാക്റ്റ് തീരുന്നത് വരെ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത് ആ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന വ്യക്തിയായിരിക്കും. ഹി ഈസ് നോട്ട് എ റിയൽ ഓണർ, ബട്ട് ഹി വോണ്ട്സ് ടു പേ ദ ടാക്സ്. നമ്മൾ ലീസ് റൈറ്റ് ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഒരു 5 വർഷത്തേക്കൊക്കെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണർ വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അവിടെ ലെസ്സി ആയിട്ടുള്ള വ്യക്തി എന്താണ്, താൽക്കാലികമായി അതിൻ്റെ ടാക്സ് കൊടുക്കാനായിട്ട് മാറുകയാണ്. അപ്പോൾ ആ വ്യക്തിയും അവിടെ ഡീംഡ് ഓണറാണ്, ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് മാത്രം. ഇപ്പോൾ 5 ഇയറിലേക്കാണ് ലീസ് എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ 5 ഇയറിലേക്ക് ആ ലെസ്സി എന്താവാണ്, ഡീംഡ് ഓണറായിട്ട് മാറാണ്. അതുപോലെ തന്നെ ലീസിന് ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ ഒരു ബിൽഡിങ് ഹൗസ് പണിയുന്നു. അപ്പോൾ ആ ലീസ് പീരീഡിലേക്കും നമ്മൾ എന്താണ്, ഒരു റൈറ്റ് ടു യൂസ് ദ ബിൽഡിങ് വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ആ കേസിലും ആ വ്യക്തി ഡീംഡ് ഓണർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലാൻഡ് ഓർ ബിൽഡിംഗ് അപ്പർ ടെനൻറ്റ് ദർ ടു നോട്ട് യൂസ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ പർപ്പസ്. അതുപോലെ ഡീംഡ് ഓണർ എന്ന് പറയുമ്പോൾ റിയൽ സെൻസ് ഹി ഈസ് നോട്ട് ദ റിയൽ ഓണർ ഓഫ് ദാറ്റ് ഹൗസ്, ബട്ട് ഹി ആർ ലയബിൾ ടു മേക്ക് ദ പേയ്മെൻറ്റ് ഹാഫ് ഓഫ് ദ ഓണർ. ഓണർക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആ വ്യക്തി ശരിക്കും റിയൽ ഓണർ അല്ല. അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ ഡീംഡ് ഓണേഴ്സ് എന്ന് പറയുക. നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകത്തിൽ വരുന്ന കേസസ് ആണ്, എന്നാൽ അതിന് ടാക്സ് കൊടുക്കണ്ട, എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആയിട്ടുള്ള ചില ഐറ്റംസ് ആണ് ഇതിനകത്ത്. ഒന്ന് ഇൻകം ഫ്രം ഫാം ഹൗസ്, അതായത് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ഭാഗമാണ് ഫാം ഹൗസിൽ നിന്നുള്ള ഇൻകം, അതായത് റെൻ്റൊക്കെ. അത് നമ്മൾ എന്താണ്, അതിന് ടാക്സ് കൊടുക്കണ്ട, ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്.
ആനുവൽ വാല്യൂ ഓഫ് വൺ പാലസ് ഓഫ് ആൻ എക്സ് ഇന്ത്യൻ റൂളർ. അതായത് പണ്ട് ഇന്ത്യ ഭരിച്ചിരുന്ന ഏതെങ്കിലും റൂളേഴ്സിൻ്റെ പാലസ്, അതിൻ്റെ ആനുവൽ വാല്യൂ, അതായത് അതിൻ്റെ റെൻ്റൽ വാല്യൂ എന്ന് നമുക്ക് പറയാം. ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മൾ പിന്നീട് പഠിക്കും. അങ്ങനെയുള്ളത് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്, ടാക്സ് കൊടുക്കണ്ട. അതാണ് ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി ഓൺഡ് ബൈ. അതായത് ഈ താഴെ പറയുന്ന ചില അതോറിറ്റീസിൻ്റെ, ചില സ്ഥാപനങ്ങളുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. നിങ്ങൾ എക്സെംപ്റ്റഡ് ഇൻകം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം. പ്രോപ്പർട്ടി ഓൺഡ് ബൈ ലോക്കൽ അതോറിറ്റി, സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ, ചാരിറ്റബിൾ ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ് ഓർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്, ടാക്സ് പേയ്മെൻറ്റ് ചെയ്യണ്ട. എന്നത് ഇൻകം ഫ്രം പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അസസീസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് അസസി അയാളുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താണ് അതിന് ടാക്സ് കൊടുക്കണ്ട. ഇൻകം ഫ്രം വൺ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഹൗസുകൾ ഉണ്ടായിരിക്കും. അതിൽ ചിലതിൽ എന്താണ് നമ്മൾ ഒരു ഹൗസിൽ എന്തായിരിക്കും നമ്മൾ സ്വന്തമായിട്ട് താമസിക്കായിരിക്കും, ബാക്കിയുള്ള വീടുകളായിരിക്കും റെൻ്റ് ഔട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ആ കേസിൽ ഒരു സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമുക്ക് അതിന് ടാക്സ് കൊടുക്കണ്ട. അതിൻ്റെ റെൻറ്റ്, അതിൻ്റെ ആനുവൽ വാല്യൂവിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ഇത്രയും ഐറ്റംസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതെല്ലാം ഹൗസ് പ്രോപ്പർട്ടിയിൽ എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് ആയിട്ടുള്ള, ടാക്സ് കൊടുക്കേണ്ടത് അല്ലാത്തതായിട്ടുള്ള ചില ഇൻകമാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കാവുന്നതാണ് ഫാം ഹൗസിൽ നിന്നുള്ള ഇൻകം, എക്സ് റൂളറിൻ്റെ പാലസിൻ്റെ ആനുവൽ വാല്യൂ, അതുപോലെ തന്നെ ഇൻകം പല സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നത്, ലൈക്ക് ലോക്കൽ അതോറിറ്റി, സയൻറ്റിഫിക് റിസർച്ച്, ട്രേഡ് യൂണിയൻ, ചാരിറ്റബിൾ ട്രസ്റ്റ്, എക്സെട്ര. അപ്പോൾ നിങ്ങൾ എക്സെംപ്റ്റഡ് ഇൻകം ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഭാഗത്ത് നിന്ന് എഴുതാവുന്ന ചില ഐറ്റംസ് ആണ് ഇത്. ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് കോമ്പോസിറ്റ് റെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം. ഇത് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ കോമ്പോസിറ്റ് റെൻറ്റ്? Landlord or owner of the property receives rent in respects of the building let out, including other assets as for furniture, fixtures, plant and machinery. അതായത് നമ്മൾ എന്താണ് ലോഡ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഓണർ ആ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം ആ ബിൽഡിങ്ങിൽ നിന്ന് ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റെൻറ്റ് കിട്ടും. അപ്പം നമ്മൾ ആ ബിൽഡിങ് കൊടുക്കുമ്പോൾ ഫർണിച്ചറോട് കൂടിയിട്ടോ മറ്റ് പ്ലാന്റ് മെഷീനറിയോടൊക്കെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ്, ബിൽഡിംഗ് മെഷീനറീസ്, ഫർണിച്ചർ അതിൻ്റെയൊക്കെ ഒരുമിച്ച് ഈ ബിൽഡിങ്ങിനോട് കൂടെ ഇതിൻ്റെയും കൂടെ റെൻറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ആക്ച്വൽ ബിൽഡിങ്ങിനോട് ഒപ്പം അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റിങ്സിൽ നിന്ന് കിട്ടുന്ന റെൻറ്റിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് റെൻറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ റെൻറ്റ് ഓഫ് ദ ബിൽഡിംഗ് പ്ലസ് എന്താണ് അഡീഷണൽ ഫ്രം സം അസറ്റ്സ്, ചില അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ്, ഫർണിച്ചർ, ഫിക്സ്ചേഴ്സ്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് റെൻറ്റ് എന്ന് പറയുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ആനുവൽ വാല്യൂ ഫ്രം ദ ഹൗസ് പ്രോപ്പർട്ടി മേലാണ് നമ്മൾ ടാക്സ് അസസി കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. കുറച്ച് അബ്രിവിയേഷൻസ് ഉണ്ട്, MRV, FRV, SRV, ARV അങ്ങനെ. ഫസ്റ്റ് വൺ ആണ് MRV. എന്താണെന്നുള്ളത് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എന്നാണ് ഇതിൻ്റെ പേര്. അതായത് നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ലാൻഡിന് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് ഇത്രയും ടാക്സ് എന്ന് ലോക്കൽ അതോറിറ്റി, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ റെൻ്റൽ വാല്യൂവിനെയാണ് നമ്മൾ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ MRV എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് FRV, ഫെയർ റെൻ്റൽ വാല്യൂ. സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ ബിൽഡിങ്ങിന് നമ്മൾ ആ ഒരു ഏരിയയിൽ കിട്ടുന്ന റെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, FRV എന്ന് പറയുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാള സെൻറ്ററിൽ ഇപ്പോൾ ഒരുപോലെയുള്ള 2 വീടുകളുണ്ട്. നമുക്കറിയാം ഒരു വീടിന് 10,000 രൂപയാണ്. അപ്പോൾ ഏകദേശം 10,000 രൂപ തന്നെയായിരിക്കും അതേ സൗകര്യങ്ങളോട് കൂടിയ മറ്റൊരു വീടിന്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഏരിയയിൽ സെയിം സൗകര്യങ്ങളോട് കൂടിയ വീടിന് ഫെച്ച് ചെയ്യുന്ന ആ റെൻറ്റിനെയാണ് നമ്മൾ ഫെയർ റെൻ്റൽ വാല്യൂ FRV എന്ന് പറയാം.
പറയുന്നത് SRV ആണ്, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ. സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഒരു പ്രോപ്പർട്ടിക്ക് ഫിക്സ് ചെയ്യുന്ന റെൻ്റാണ് SRV. 3 കാര്യങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക: MRV, FRV, SRV. MRV മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ, ദാറ്റ് ഈസ് ദ റെൻ്റൽ വാല്യൂ ഫിക്സ്ഡ് ബൈ ദ മുനിസിപ്പാലിറ്റി ഓർ പഞ്ചായത്ത് ലൈക്ക് local authorities. FRV means fair rental value, the similar types of property which fetch a particular rent on a particular area. ഒരു particular ഏരിയയിലെ സിമിലർ ടൈപ്പ് ഓഫ് ബിൽഡിങ് അക്വയർ ചെയ്യുന്ന ആ റെൻറ്റിനെയാണ് FRV എന്ന് പറയുക, ഫെയർ റെൻ്റൽ വാല്യൂ. ദെൻ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ മീൻസ് ദ റെൻ്റൽ വാല്യൂ ഫിക്സ്ഡ് ബൈ റെൻ്റ് കൺട്രോൾ ആക്ട്. ഓക്കെ, അപ്പോൾ ഇത് 3 ഓർത്ത് വയ്ക്കുക. ആക്ച്വൽ റെൻ്റൽ വാല്യൂ ആണ്, ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഓർത്ത് വയ്ക്കുക. ARV, ആക്ച്വൽ റെൻ്റൽ വാല്യൂ, അതായത് ആക്ച്വലി ആ ബിൽഡിങ്ങിന് കിട്ടുന്ന റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ്. ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. ERV മീൻസ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ദെൻ GAV, ഗ്രോസ് ആനുവൽ വാല്യൂ. NAV, നെറ്റ് ആനുവൽ വാല്യൂ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ, ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് MRV, FRV വിച്ച് എവർ ഈസ് ഹയർ. അതായത് MRV മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ നമുക്കൊരു എമൗണ്ട് തരും. അതിലെ ഏറ്റവും വലിയ എമൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കും. ഇപ്പം MRV 10 വിചാരിക്കുക, FRV 5 വിചാരിക്കുക. അപ്പോൾ അതിൽ ഹയർ എന്ന് പറയണത് എന്താ? 10. അപ്പോൾ അതെടുക്കും. ഇനി ആ കിട്ടുന്ന എമൗണ്ടിനെ വി വിൽ കമ്പയർ വിത്ത് SRV. നമ്മൾ ആ കിട്ടുന്ന എമൗണ്ടിനെ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പിൽ MRV, FRV കമ്പയർ ചെയ്തപ്പോൾ ഹയർ നമുക്ക് 10 കിട്ടിയത് അല്ലേ. ഇപ്പോൾ SRV നമുക്ക് 12 വിചാരിക്കുക. അപ്പോൾ ഈ 12ഉം 10ഉം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലോവർ എമൗണ്ട് ഏതാ? 10 കിട്ടും അല്ലേ. ആ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ERV, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് പറയാം. മനസ്സിലായെന്ന് വിചാരിക്കണോ? ആദ്യം MRV, FRV കമ്പയർ ചെയ്യും, ഹയർ എമൗണ്ട് കിട്ടും. അതിന് നമ്മൾ SRV വെച്ച് കമ്പയർ ചെയ്യും, അതിൽ ലോവർ എമൗണ്ട് എടുക്കും. ആ ലോവർ എമൗണ്ടിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് പറയുക, ERV. ഈ ERVനെ നമ്മൾ ആക്ച്വൽ റെൻ്റൽ വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മളെന്താണ് ഹയർ ആയിട്ടുള്ള എമൗണ്ട്, ആ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. MRV, FRV വിച്ച് എവർ ഈസ് ഹയർ കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ. അപ്പോൾ അത് ലോവർ എടുക്കും. ആ കിട്ടുന്ന ലോവർ വാല്യൂവിനെയാണ് നമ്മൾ ERV എന്ന് പറയുക. ERVനെ ആക്ച്വൽ റെൻ്റൽ വാല്യൂ ARV വെച്ച് കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഹയർ എമൗണ്ട് എടുക്കും. ഹയർ എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുക. ഇനി ഈ ആക്ച്വൽ റെൻ്റൽ വാല്യൂവിൽ സാധാരണഗതിയിൽ 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യും. അത് പിന്നീട് പറയാം. അൺറിയലൈസ്ഡ് റെൻറ്റും വേക്കൻസിയും, അങ്ങനെ 2 അതിന് ചെയ്യുക. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. MRV, FRV വിച്ച് എവർ ഈസ് ഹയർ കമ്പയർ വിത്ത് SRV ലോവർ, ദാറ്റ് ഈസ് ERV വിത്ത് ARV ഹയർ. പഠിക്കാനായിട്ട് എളുപ്പത്തിന് MRV, FRV, SRV, ARV എന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് ഹയർ, ലോവർ, ഹയർ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ HLH പഠിച്ചാൽ മതി. നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഓർക്കാൻ പറ്റും. MRV, FRV ഹയർ, ഓക്കെ. ദെൻ SRV ലോവർ കമ്പയർ ചെയ്യുമ്പോൾ, ദെൻ പിന്നെന്താണ് ARV ഹയർ. അപ്പോൾ നമുക്ക് GAV കിട്ടും. ഓക്കെ, ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടി. MRV, FRV whichever is higher compare with the standard rental value, whichever is less is ERV. Then it is compare with the actual rent, we will get GAV. ഇത്രയാണ് നമ്മൾ എത്തിയത്. ഓക്കെ, ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ NAV കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി. GAVയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് NAV കിട്ടും. ഇനി ഈ NAVയിൽ നിന്ന് നമ്മൾ സാലറിയുടെ ഹെഡിൽ അണ്ടർ സെക്ഷൻ 16 ഡിഡക്ഷൻ കുറയ്ക്കില്ലേ, അതുപോലെ ഇവിടെ അണ്ടർ സെക്ഷൻ 24 2 ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട്. ഒന്ന് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. നമ്മൾ മുകളിലത്തെ സ്റ്റെപ്പിൽ NAV കണ്ടുപിടിച്ചു അല്ലേ. ആ NAVയുടെ 30%ഉം തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതിനൊക്കെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മൊത്തത്തിലുള്ള ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ടാക്സ് കൊടുക്കേണ്ട, അസസി കൊടുക്കേണ്ട എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ആദ്യം നിങ്ങൾ ഈ ഷോർട്ട് ഫോംസ് അബ്രിവിയേഷൻസ്
അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക. MRV, FRV, SRV, ARV, ERV. ഇത് നിങ്ങൾ പഠിക്കാനായിട്ട് ആ ഷോർട്ട് ഫോമായിട്ട് തന്നെ പഠിച്ചാൽ മതി. MRV, FRV, SRV, ARV, ERV അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ അതിൽ MRV, FRV ഹയർ, പിന്നെന്താ ലോവർ, SRV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദെൻ അഗെയിൻ ഹയർ. അപ്പോൾ HLH എന്ന് പഠിച്ചാൽ മതി. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? MRV, FRV കമ്പയർ ചെയ്യുമ്പോൾ ഹയർ, ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്യും? SRV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോവർ. ആ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ERV എന്ന് പറയുക. ദെൻ അതിനെ ARV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആ ഹയർ ആയിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുക. ഈ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ NAV കിട്ടും. ഇതിൽ നിന്ന് അണ്ടർ സെക്ഷൻ 24 പ്രകാരമുള്ള 2 ഡിഡക്ഷൻസ് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ഇൻട്രസ്റ്റ് ഓൺ ലോണും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം സാലറി പോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പഠിക്കാനുള്ള ഫോർമാറ്റ് നമ്മൾ പഠിച്ചു. എല്ലാ ഹെഡിൻ്റെയും ഇൻകം ഫ്രം ആ ഡിഫറെൻറ്റ് ആ 5 ഹെഡ്സിൽ നിന്ന് കിട്ടിയാലാണ് നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. വീഡിയോ കണ്ടതിന് ശേഷം ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും, ഹൗസ് പ്രോപ്പർട്ടി എന്താ, കോമ്പോസിറ്റ് റെൻ്റ് എന്താ, എക്സംപ്റ്റഡ് ഇൻകംസ് അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ്, ഫോർമാറ്റ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.